Hi, this is Ramya, TEMLA കോളഞ്ചേരിയിൽ നിന്നാണ്. ഞാനിന്ന് മറ്റൊരു കേസ് നോട്ടിന്റെ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ കേസ് നോട്ടിൽ പേഷ്യന്റിന്റെ പേര് റോബർട്ട് സ്മിത്സൺ എന്നുള്ളതാണ്, ഒഫീഷ്യൽ ലെറ്റർ ആണ്. ഇതൊരു നോൺ കേസ് ആണ്. ഓക്കെ, ഒരു ഓൺ GPക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ നോൺ കേസ് ലെറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നോൺ കേസ് ലെറ്റേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യട്ടെ, അതുപോലെ അത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, സെക്കൻഡ് ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എന്ത് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, സോ ദിസ് ടൈപ്പ് ഓഫ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. So what I'm going to do first is like I'll just share the screen. Okay, screen share ചെയ്യാം so that you can also watch it. Yes, screen എല്ലാവർക്കും കാണാലോ അല്ലേ? സോ എന്താ നമ്മൾ ആദ്യം ചെയ്യുന്നത്? ഒരു കേസ് നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്താ നോക്കാറ്? ഞാൻ എൻ്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്നതും മേ ബി മോസ്റ്റ്ലി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ട്യൂട്ടേഴ്സ് പറയുന്നതും റൈറ്റിംഗ് ടാസ്ക് വായിച്ചു നോക്കാനായിരിക്കും അല്ലേ? റൈറ്റിംഗ് ടാസ്ക് തന്നെ നമുക്ക് വായിച്ചു നോക്കാം. Using the information given in the case note, write a discharge letter to Robert Smithson's apostrophe S കേട്ടോ. apostrophe S എന്ന് പറഞ്ഞാൽ തന്റെ ആണ്. സ്മിത്സന്റെ ഡോക്ടർ മാർട്ടിൻസ് 29 കൗസ്ലിപ്പ് അവന്യൂ ബാറ്റ്ലി. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള നമ്മുടെ ബാറ്റ്ലിയിലുള്ള ഡോക്ടർ മാർട്ടിൻ ആണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, ഡോക്ടർ മാർട്ടിൻസിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഡോക്ടർ മാർട്ടിൻസൺ ആരാണ്? നമ്മുടെ പേഷ്യന്റ് ആയ റോബർട്ട് സ്മിത്സന്റെ പേഴ്സണൽ GP ആണ്. ഓക്കെ, സോ ലെറ്റർ ആർക്കാ എഴുതണേന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ? ഇനി നമുക്ക് എന്താ ചെയ്യട്ടെ? ജസ്റ്റ് സീ വാട്ട് ഈസ് ദ സിനാരിയോ, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് പേഷ്യന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ? വിച്ച് ഇസ് വോണ്ട് ടു സീ ദ ഇൻട്രൊഡക്ഷൻ. ആ ഒരു കേസ് നോട്ട് ആസ് സച്ച് നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത് അല്ലെ? ഒന്ന് കേസ് നോട്ടും, രണ്ടാമത്തേത് റൈറ്റിംഗ് ടാസ്കും ആയിരിക്കും. ഇതിൽ റൈറ്റിംഗ് ടാസ്കിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്, നമ്മൾ എന്താ ഇൻഫർമേഷൻസ് എന്നുള്ളത് കാണുന്നത്. പിന്നെ ലേറ്റർ വിൽ ഗോ ആൻഡ് സീ ദ കേസ് നോട്ട്. അപ്പൊ നമുക്ക് കേസ് നോട്ട് ഒന്ന് വായിക്കാം. കേസ് നോട്ട് വായിക്കുമ്പോൾ തന്നെ സെലക്ഷൻ നടത്താവുന്നതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ ഡു, നമുക്ക് ജസ്റ്റ് ഒന്ന് കേസ് നോട്ട് വായിച്ച സിറ്റുവേഷൻസും സിനാരിയോസും ഒക്കെ ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ പറഞ്ഞ സെലക്ഷനും എങ്ങനെ സെന്റൻസ് ഫോം ചെയ്യുക എന്നുള്ളതും എന്ത് ടെൻസസ് ആണ് ഓരോ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് എഴുതുമ്പോൾ കൊടുക്കേണ്ടതെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അസ്യൂം ദാറ്റ് ടുഡേസ് ഡേറ്റ് ഇസ് 10 April 2018 എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് അസ്യൂം ചെയ്യാൻ പറഞ്ഞേക്കുന്നത് 10 April 2018 ആണ്. യു ആർ എ വാർഡ് നഴ്സ്. ഓക്കെ, നമ്മൾ ആരാണ്? വാർഡ് നഴ്സ് ആണ് കേട്ടോ. യു ആർ എ വാർഡ് നഴ്സ് വർക്കിംഗ് ഇൻ ദ ബേൺസ് യൂണിറ്റ് ഓഫ് ബാർക്ലി ജനറൽ ഹോസ്പിറ്റൽ. ഓക്കെ, ആ ബാർക്ലി ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വാർഡ് നഴ്സ് ആണ് നമ്മൾ. A patient, Robert Smithson, has been admitted to our unit from the emergency department after being in a house fire. ഓക്കെ, അപ്പൊ നമ്മളുടെ പേഷ്യന്റ് ആയ റോബർട്ട് സ്മിത്സൺ ആദ്യം അഡ്മിറ്റ് ചെയ്യപ്പെട്ടത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി വാസ് ഷിഫ്റ്റഡ് ടു ആർ ഫെസിലിറ്റി. നമ്മളുടെ അടുത്തേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, സോ അത്രയും ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമ്മൾ ആർക്കാ എഴുതുന്നത്? പേഷ്യന്റിന്റെ GPക്ക്. നമ്മൾ ആരാണ്? വാർഡ് നഴ്സ് ആണ്. പേഷ്യന്റ് ആരാണ്? റോബർട്ട് സ്മിത്സൺ ആണ്. എന്താ പുള്ളിക്ക് പറ്റിയത്? പുള്ളി ഒരു ഹൗസ് ഫയർ ഫോളോയിങ് അഡ്മിറ്റഡ് ആയതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. പേഷ്യന്റിന്റെ പേര് റോബർട്ട് സ്മിത്സൺ, മാരിറ്റൽ സ്റ്റേറ്റസ് സിംഗിൾ ആണ്, ഏജ് തന്നിട്ടുണ്ട്, അഡ്രസ് തന്നിട്ടുണ്ട്, 23 മെയിൻ സ്ട്രീറ്റ് ബാർക്ലി. നെക്സ്റ്റ് ഓഫ് കിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന മേരി സ്മിത്സൺ ആണ്, മദർ ആണ്, ലീവ്സ് നിയർ ബൈ, ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് സൺ ആണ്. അഡ്മിഷൻ ഡേറ്റ്, എന്നാ പേഷ്യന്റ് അഡ്മിറ്റ് ആയത്? ദ പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ് ഓൺ April 2018. It's April 2018. സോ അതെന്ത് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്? വാസ് അഡ്മിറ്റഡ് എന്നാ പറഞ്ഞല്ലേ? വാസ് അഡ്മിറ്റഡ്. പേഷ്യന്റിന്റെ അഡ്മിഷന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസിലാണ് നമ്മൾ അഡ്മിഷന്റെ കാര്യം പറയുന്നത്. അപ്പൊ പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ്, പേഷ്യന്റ് എന്ന വാക്ക് യൂസ് ചെയ്യരുത്. ഇൻസ്റ്റഡ് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ദ നെയിം ഓഫ് ദ പേഷ്യന്റ്. മിസ്റ്റർ സ്മിത്സൺ വാസ് അഡ്മിറ്റഡ് ഓൺ ഇൻ എ ഡേറ്റ് എന്ന് പറയാം. Okay, discharge date തന്നിട്ടുണ്ട് 10 April 2018 ആണ്. And there is something which is bracketed. അതെന്താണ്? പെൻഡിങ് കൺസൾട്ടൻസ് റിപ്പോർട്ട് ആണ് കേട്ടോ. പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും കൺസൾട്ടന്റിന്റെ റിപ്പോർട്ട് പെൻഡിങ് ആണ്. ഡയഗ്നോസിസ് ആയിട്ട് പറഞ്ഞത് partial thickness burns on 18% TBSA, neck and chest, along with that respiratory distress water.
അപ്പോൾ പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? പാർഷ്യൽ തിക്നസ് ബേൺ ഓൺ 18% TBSA. നെക്കിലും ചെസ്റ്റിലും പാർഷ്യൽ തിക്നസ് ബേൺസ് 18% ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് പുള്ളിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സും ഉണ്ട്. ഓക്കെ, സോ വിച്ച് മീൻസ് യു നീഡ് ടു ഇൻക്ലൂഡ് ബോത്ത് ദസ് ഇൻഫർമേഷൻ ഇൻ ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ? അത്രയും ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ, മൂവിങ് ഓൺ. മെഡിക്കൽ ഹിസ്റ്ററി. നമുക്കിനി മെഡിക്കൽ ഹിസ്റ്ററിയാണ് തന്നിരിക്കുന്നത്. മെഡിക്കൽ ഹിസ്റ്ററി എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കി. ഇൻഫെഷ്യസ് മോണോക്ലോസ് ഉണ്ട് 16 ഇയേഴ്സിൽ. നോ കറന്റ് മെഡിക്കേഷൻ, ഇപ്പൊ അതിന്റെ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല. ടോൺസിലെക്ടോമി ഏജ് 8 അപ്പൻഡക്ടോമി ഏജ് 15 വെരിക്കോസലി ഉണ്ട് ഏജ് 19 ഇയേഴ്സിൽ. പ്രിക്കോഷ്യസ് എംബോലൈസേഷൻ, നെൽ അലർജീസ് ആണ്. സോ ഈ തന്നിരിക്കുന്ന മെഡിക്കൽ ഹിസ്റ്ററീസ്, ഡസ് ഇറ്റ് ഹാവ് എനിത്തിങ് to do with the present situation or present condition? ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇൻഫെക്ഷ്യസ് മോണോക്ലോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോൺസിലെക്ടോമി ആയിക്കോട്ടെ, എപ്പൻഡക്ടോമി ആയിക്കോട്ടെ, വെരിക്കോസലി ആയിക്കോട്ടെ, ഇത് എന്തെങ്കിലും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധമുണ്ടോ? ഒന്നുമില്ല അല്ലേ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ തിക്നസ് ബേൺ ആണ്, which has nothing to do with this medical history. So do we need to include? നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അഗെയിൻ ഇറ്റ്സ് എ നോൺ കേസ്. നോൺ കേസ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി വി ഡോണ്ട് വാണ്ട് ടു ഇൻക്ലൂഡ്. അല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മൾ പാസ്റ്റിൽ വന്ന ഒരു കാര്യം, അതിന് ഇപ്പോൾ സിറ്റുവേഷനിൽ, ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷനിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ what type of tense you will be using? നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ് കേട്ടോ. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ അത് പറഞ്ഞാൽ മതി. Okay, he had എന്ന് പറഞ്ഞിട്ട് you can just write what all things. Simple past പറയാം. Okay, I hope that's also clear. Medical history clear ആയല്ലോ എല്ലാവർക്കും അല്ലേ? ഇനി നമുക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് തന്നിരിക്കുന്നത്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് എന്താ തന്നേക്കുന്നത്? പാർഷ്യൽ തിക്നസ് ബേൺ ഓർ നെക്ക് അഡ്ജസ്റ്റ്. നമുക്ക് ആദ്യം ഡയഗ്നോസിസിന് സമയത്ത് തന്ന സെയിം ഇൻഫർമേഷൻ ആണ്. റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്, certain oral cavity. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻ ആണ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോഴത്തെ പ്രസന്റ് പേഷ്യന്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ these are the situations. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമുണ്ടോ? ഒരു പേഷ്യന്റിന്റെ GPക്ക് നമ്മൾ എഴുതുമ്പോൾ does it have anything to do with when you are writing to a GP, പേഷ്യന്റിന്റെ GPയിലേക്ക് എഴുതുമ്പോൾ, GPക്ക് എഴുതുമ്പോൾ does the social background have anything to do with it? Is it important? No. നമുക്ക് we don't want to include any of the social background information. Part-time medical student? No. Lives alone, enjoys swimming, amateur dramatics, active, eats a healthy diet. These types of information are not needed when you're writing to patients GP. We can just ignore that one. Then comes the nursing management and progress. So what is this nursing management and progress? നമ്മൾ ചെയ്ത പേഷ്യന്റിന് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ കെയറിൽ ആയിരുന്ന സമയത്ത് what all things has been done, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് പ്രോഗ്രസ്സിൽ പറയുന്നത്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇറിഗേഷൻ വിത്ത് റണ്ണിംഗ് കൂൾ ടാപ്പ് വാട്ടർ. ഓക്കെ, നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ്? ഇറിഗേഷൻ വിത്ത് റണ്ണിംഗ് കൂൾ ടാപ്പ് വാട്ടർ, പിന്നെ IV ഫ്ലൂയിഡ്സ്, ഹൈ ഫ്ലോ ഓക്സിജൻ. ഇതൊക്കെ എന്താണ്? ചെയ്ത കാര്യങ്ങളാണ്. ഇറ്റ്സ് ബീൻ ഓൾറെഡി ഡൺ. അപ്പൊ അത് എന്ത് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത്? എന്ത് ടെൻസിലാണ് ചെയ്ത കാര്യങ്ങൾ? നഴ്സിംഗ് മാനേജ്മെന്റിൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഏത് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത്? വി ഹാവ് ടു സേ ദാറ്റ് ഇൻ ഏത് സെന്റൻസ് ആയിരിക്കും? കംപ്ലീറ്റഡ് ആക്ഷൻ ആണതല്ലേ? ഇറ്റ്സ് ഓൾറെഡി ഡൺ. കംപ്ലീറ്റഡ് ആക്ഷൻ ആണ് നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു റൈറ്റ് ഇൻ ഏത് ടെൻസ് ആണ്? സിമ്പിൾ. ഏത് ടെൻസിൽ നമ്മൾ പറയണം? സിമ്പിൾ പാസ്റ്റ്, പാസീവ് വോയിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് പാരഗ്രാഫ് ആയിട്ട് വരും? നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഒക്കെയാണ് എഴുതുന്നുണ്ടെങ്കിൽ നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് പ്രോഗ്രസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ട് വി ഹാവ് ഓൾറെഡി ഡൺ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ വി ജസ്റ്റ് വാണ്ട് ടു റൈറ്റ് ദാറ്റ് ഇൻ സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് മാത്രം എഴുതിയാൽ പോരാ, ആൻഡ് ദ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഷുഡ് ബി ഇൻ ദ പാസീവ് വോയിസ്.
ഓക്കെ, സെന്റൻസ് കൺസ്ട്രക്ഷൻ എപ്പോഴും പാസീവ് വോയിസിലായിരിക്കണം. എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? Irrigation was provided എന്ന് പറഞ്ഞു അല്ലേ? Irrigation with running cool tap water was provided. IV fluids എല്ലാം നമ്മൾ was വെച്ചിട്ട് പാസീവിലേക്ക് മാറ്റിയിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബ്ലഡ് FBC ഫുൾ ബ്ലഡ് കൗണ്ട്സ് നോക്കി, ടൈപ്പ് ക്രോസ് മാച്ച് ചെയ്തു, കാർബോ ഹൈമോഗ്ലോബിൻ, സെറം, ഗ്ലൂക്കോസ്, ഇലക്ട്രോലൈറ്റ്സ്, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എല്ലാം നോർമൽ റേഞ്ച് ആണ്. അപ്പൊ നോർമൽ റേഞ്ച് ആയിട്ടുള്ള ഈ പർട്ടിക്കുലർ ഇൻഫോർമേഷൻസ് നമ്മുടെ കേസ് നോട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലേ? Because why? It's been in the normal range. There is nothing abnormal happened over there, so we don't want to include it. Next വരുന്നത് എന്താണ്? Fibrotic laryngoscopy, intubation deemed unnecessary. Okay, intubation ആവശ്യം വന്നിട്ടില്ല, deemed unnecessary എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So ആ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതും നമുക്ക് ആവശ്യമില്ല. ചെസ്റ്റ് എക്സ്റേ, കാർഡിയാക് മോണിറ്ററിംഗ് ഒക്കെ നോർമൽ റേഞ്ചസ് ആണ്. സർക്കുലേഷൻ മോണിറ്ററിംഗ് ടു റൂൾ ഔട്ട് ഹൈപ്പോലാമിക് ഷോക്ക്. സർക്കുലേഷൻ മോണിറ്ററിംഗ് എന്തിനാണ് സർക്കുലേഷൻ മോണിറ്ററിംഗ് നടത്തിയത്? ടു റൂൾ ഔട്ട് ഹൈപ്പോലാമിക് ഷോക്ക്. ടു റൂൾ ഔട്ട് ഹൈപ്പോലാമിക് ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പോലാമിക് ഷോക്ക് റൂൾ ഔട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ. ഓക്കെ, എന്ത് നമ്മൾ ചെയ്തു? ഹൈപ്പോലാമിക് ഷോക്ക് ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സർക്കുലേഷൻ മോണിറ്ററിംഗ് ചെയ്തു. ഓക്കെ, റൂൾ ഔട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് ഈസ്? എലിമിനേറ്റ് ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്തു. ഓക്കെ, I hope it's clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can just comment and I'm ready to help you with. Okay, so സംഭവം മനസ്സിലായല്ലോ? റൂൾ ഔട്ട് എന്ന് പറഞ്ഞാൽ you have to eliminate ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് we have done something. Okay. നെക്സ്റ്റ് വൺ എന്താ? BP 130/80 പറഞ്ഞു. പിന്നെ എന്താ പറയുക? പേഷ്യന്റ് ക്ലോസ്ലി മോണിറ്റേർഡ് ഫുഡ് ഡെവലപ്മെന്റ് ഓഫ് സ്ട്രേറ്റർ, ഹോസ്നസ്, കഫിംഗ്, വേസിംഗ്. ഒന്നും പ്രസന്റ് അല്ല, നോൺ പ്രസന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ പേഷ്യന്റ് ഓൾറെഡി ക്ലോസ്ലി മോണിറ്റർ ചെയ്തു ഇന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ. ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് പ്രസന്റ്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർലി മോണിറ്ററിംഗ് യൂറിനറി ഔട്ട്പുട്ട്, ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ഇൻസർട്ടഡ്. വാട്ട് ഡസ് ദാറ്റ് പർട്ടിക്കുലർ കേസ് നോട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സംഭവം എന്താണ് മീൻ ചെയ്യുന്നത്? അവർലി മോണിറ്ററിംഗ് യൂറിനറി ഔട്ട്പുട്ട് അവർലി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്വെല്ലിംഗ് യൂറിനറി കത്തീറ്റർ ഇൻസർട്ട് ചെയ്തു. സോ ജസ്റ്റ് ടെൽ മീ ഹൗ യു ക്യാൻ സീ ദിസ് വൺ. He was inserted with indwelling urinary catheter എന്ന് പറയൂ, അതെയോ indwelling urinary catheter was inserted എന്ന് പറയൂ? എന്തായിരിക്കും നമ്മൾ പറയുന്നത്? He was inserted with എന്ന് പറയുന്നത് I don't think that അതിനേക്കാളും എപ്പോഴും നല്ലത് എന്ത് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും. സബ്ജക്റ്റ് he വെച്ച് പറയുന്നതിലും നല്ലത് എന്താണ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ട് എന്ന് പറയുന്നതായിരിക്കും. സോ ഐ വുഡ് സജസ്റ്റ് യു ടു റൈറ്റ് ഇൻഡ്വെല്ലിംഗ് യൂറിനറി കത്തീറ്റർ ഫസ്റ്റ് rather than he. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ആ സെന്റൻസ് എഴുതാൻ പറ്റും? ഇൻഡ്വെല്ലിംഗ് യൂറിനറി കത്തീറ്റർ വാസ് ഇൻസേർട്ടഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ടു മോണിറ്റർ എന്താണ്? യൂറിനറി അവർലി യൂറിനറി ഔട്ട്പുട്ട്. ഓക്കെ, സോ മനസ്സിലായല്ലോ അല്ലെ? ആ ഒരു പർട്ടിക്കുലർ സെന്റൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ടു മോണിറ്റർ അവർലി യൂറിനറി ഔട്ട്പുട്ട്. നമ്മൾ എന്ത് ചെയ്തു? Indwelling urinary catheter was inserted to monitor averly urinary output. Our particular sentence we have to write it this way: passive. Elevation of the head and torso. Our sentence namukku engane ezhudhan pattum? Elevation of the head and torso. എങ്ങനെ നമുക്ക് അത് എഴുതാൻ പറ്റും? ആ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? റോബർട്ട് സ്മിത്സൺ ആണല്ലേ? ഈ റോബർട്ട് സ്മിത്സനെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ കെപ്റ്റ് ചെയ്തു. Okay, it's been done. Kept ചെയ്തു. So how you can write? He was kept in. Okay, പുള്ളിനെ kept in ഈ പറയുന്ന particular position എന്ന് പറയാം. Okay, അപ്പോൾ ആ സെന്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? He was kept in head and torso in elevation position. Okay, so ആ ഒരു particular information can be written in this way.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. In case of any doubts, you can just comment. അപ്പൊ നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് പ്രോഗ്രസ് മനസ്സിലായില്ലേ? എന്തൊക്കെ സംഭവിച്ചു, നമ്മൾ അവിടെ എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മൂവിങ് ഓൺ. മെഡിക്കേഷൻസ്. എന്തൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? Naproxen 500 mg 1 tab orally, പിന്നെ tramadol HCl 50 mg 1 tab orally, BID PRN ഉണ്ട് twice daily as necessary ട്ടോ. പിന്നെ gabapentin 300 mg by mouth daily before bed, tetanus prophylaxis. So just tell me how you can write this information. Do we want to write all this information like orally എങ്ങനെ കൊടുത്തു, twice daily ആണോ or once daily ആണോ, and as required, all this information ഉണ്ടല്ലേ? ഈ informations മുഴുവനും do we need to say this to the GP? When you're writing to the doctor, it's really very important that you include all the details like this. എന്തൊക്കെ മെഡിസിൻസ് നമ്മൾ കൊടുത്തു, എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് we have provided, ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ലെറ്ററിൽ, even though it is not a GP also, if you're writing to a doctor, you need to include. Okay, I hope it's clear. Now let's see what is next. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അസസ്മെന്റ് ആണ്. അസസ്മെന്റ് എപ്പോഴാണ്? 9 April 2018 നമ്മൾ അസസ്മെന്റ് നടത്തി പേഷ്യന്റിന്റെ. നെക്സ്റ്റ് ഡേ അന്നേരം എന്താ? പേഷ്യന്റ് സ്റ്റെബിലൈസ്ഡ് ആണ്, ബ്രീതിങ് നോർമലി ആണ്, നോ ഇൻഫെക്ഷൻ, ഫ്രബൈൽ ബ്ലഡ്സ് നോർമൽ. So everything is normal. Patient does not have any complications. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പേഷ്യന്റ് ഓക്കെ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്ചാർജ് പ്ലാൻ എന്ന് പറയുന്നത്. ഡിസ്ചാർജ് പ്ലാനിൽ we have a lot of informations. അത് കാണുമ്പോൾ തന്നെ ചില സ്റ്റുഡൻസിന് ഒരു തോട്ട് ഉണ്ട്, like you just want to include everything that is given on the discharge plan, but actually it's not. ഓക്കെ, നമുക്ക് ഒരിക്കലും അത് അങ്ങനെയാണ് എന്ന് 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, ആൻഡ് അഗെയിൻ there are situations in which you don't want to include each and everything. അപ്പൊ ഇവിടെ ഡിസ്ചാർജ് പ്ലാനിൽ എന്തൊക്കെയാ തന്നേക്കുന്നത്? വൂണ്ട് ക്ലെൻസിങ് ഓർ ടോപ്പിക്കൽ ഡ്രസ്സിംഗ്, എന്നിട്ട് ഡോക്ടർ, കമ്മ്യൂണിറ്റി നഴ്സ് ഓർ ബേൺ ഔട്ട് പേഷ്യന്റ്. അതെന്തിനാണ് ബ്രാക്കറ്റിൽ അങ്ങനെ തന്നേക്കുന്നത്? ഡോക്ടർ, കമ്മ്യൂണിറ്റി നഴ്സ്, ബേൺ ഔട്ട് പേഷ്യൻസ്, wound cleansing and topical dressing. What does that sentence mean? Can someone say? ആരെങ്കിലും വീഡിയോ കാണുന്നവർക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? wound cleansing and topical dressing എന്നിട്ട് ബ്രാക്കറ്റിൽ തന്നിരിക്കുവാണ്. സോ ടു whom you are writing? നമ്മൾ ആർക്കാ ലെറ്റർ എഴുതുന്നത്? GP-ക്കാണല്ലേ? നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി നഴ്സും ഔട്ട് പേഷ്യൻസും എല്ലാം തന്നിരിക്കുന്നത്. സോ ഇതുപോലെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കേസ് നോട്ടിൽ ഉണ്ടായിരിക്കും. സോ ഡോണ്ട് ഗോ ബിഹൈൻഡ് ദീസ് ടൈപ്പ് ഓഫ് തിങ്സ്. ഓക്കെ, അടുത്തത് ഡെയിലി അസ്കൾട്ടേഷൻ ബൈ ഡോക്ടർ ഓർ കമ്മ്യൂണിറ്റി നഴ്സ്. നമുക്ക് അവിടെ ആ ഓർ കമ്മ്യൂണിറ്റി നഴ്സിന്റെ ആവശ്യമുണ്ടോ? Just imagine that one. We are writing to the GP. So do we need to tell the GP that either you can do it or you can just allow a community nurse to do? Do we need to write these kind of things? No, right? So ഇവിടെ നമ്മൾ എഴുതുന്നത് ഡോക്ടർക്കാണ്. So you just want to inform him. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Moving on to the next task, what it is. Patient given instruction on how to. Patient given instruction. What does that mean? Given instruction എന്ന് വെച്ചാൽ എന്താണ്? ഓൾറെഡി ഗീവൺ ആണ് അല്ലേ? പേഷ്യന്റിന് ഇൻഫോർമേഷൻസ് ഓൾറെഡി ഗീവൺ ആണ്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്? അപ്ലൈ ഹൈ ഫാക്ടർ സൺസ്ക്രീൻ when out, moisturize and massage area to reduce dryness, deep breathing exercises including എന്താണ്? lung expansions, drainage secretions. പിന്നെ എന്താ പറഞ്ഞ? follow nutritious light high protein diet. അതിൻ്റെ അകത്ത് plenty of fluids include ചെയ്യണം, light activities, no contact sports. ഓക്കെ, ഇത്രയും ഇൻഫോർമേഷൻസ് ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. ഓൾറെഡി പേഷ്യന്റിന് ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഇൻഫോർമേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. സോ ജസ്റ്റ് ടെൽ മീ മൈ ഡിയർ സ്റ്റുഡൻസ്, ഡു വി നീഡ് ടു ഇൻക്ലൂഡ് ദാറ്റ്? നമുക്കത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? No, right? നമുക്കത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, because already been provided. അടുത്തത് എന്താണ്? follow up appointment 17 April 2018. What type of information is that one? Sorry, what type of case note is that one? I have already said as information, right? So this is an information, അല്ല ഇതൊരു information ആണ്. follow up appointment, this is an information which has to be provided. അപ്പോൾ അവിടെ നമ്മൾ യൂഷ്വലി ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് പ്ലാനിൽ ടുവാർഡ്സ് ദി എൻഡ് ആണ് നമ്മൾ പറയാറ്. ടുവാർഡ്സ് ദി എൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്ന് പറയുന്ന റൈറ്റിംഗ് എ പാരഗ്രാഫ്, റൈറ്റ്? ആ പാരഗ്രാഫിന് ടുവാർഡ്സ് ദി എൻഡിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ ഉള്ള
like staples removals and follow-up appointments പറയുക. And in case നിങ്ങളുടെ word length കുറച്ച് കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ you can just write that on the other like you'll be writing another sentence, right? If you requires more information എന്ന് പറയുന്നത് വേണമെങ്കിൽ if you want you can write, but still what I would suggest you is that you can just write in the concluding paragraph like on the discharge paragraph. Okay, അതിനകത്ത് എഴുതിയാൽ മതി. You don't want to go for writing it in the other thing. സോ കേസ് നോട്ട് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലെ? നമുക്ക് എന്താണ് കേസ് നോട്ട്, എന്താണ് റോബർട്ട് സ്മിത്സന്റെ അവസ്ഥ എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളതും and what we are expecting the GP to do എന്നുള്ള കാര്യം. Introduction, I hope you people will be knowing how to write it. Introduction എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? Introduction can be written. ഞങ്ങൾക്ക് വലിയ പ്രോബ്ലം ഇല്ലാണ്ട് ഇൻട്രൊഡക്ഷൻ എഴുതാവുന്നതേ ഉള്ളൂ. ബിക്കോസ് വാട്ട് ഓൾ തിങ്സ് ഹാസ് ടു ബി, ഇതൊരു അപ്ഡേറ്റിംഗ് ലെറ്റർ ആണല്ലേ. ഡോക്ടർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പേഷ്യന്റ് അവർക്ക് അറിയുന്ന പേഷ്യന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ യു ജസ്റ്റ് വാണ്ട് ടു അപ്ഡേറ്റ് ടു ദ GP. നമുക്ക് പേഷ്യന്റിന്റെ സിറ്റുവേഷൻ അപ്ഡേറ്റ് ചെയ്യുവാണ് ചെയ്യട്ടെ. സോ യു ക്യാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ദിസ് അപ്ഡേറ്റ് എന്ന് പറയുന്ന അപ്ഡേറ്റ് ദ കറണ്ട് ഹെൽത്ത് കണ്ടീഷൻ ഓർ കറണ്ട് ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ വാട്ട് ഇസ് ദ സിറ്റുവേഷൻ. Robert Smithson, who has been on a top present perfect tense has been recuperating from in the 18% partial thickness burn on the neck and chest along with the respiratory distress on them. He requires monitoring and further management following this discharge today. Okay, introduction. Introduction we have included all the informations needed to the GP, needed for the GP. So next paragraph usually your note case a scene students writing that on as you are aware, as you know in the situation lecture phrase use as you know or as you are aware in the phrase use ഈ ഡോക്ടർ അവെയർ ആണോ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ കുറിച്ച്? പാർഷ്യൽ തിക്നെസ് ബേൺ ഈ പേഷ്യന്റിന് സംഭവിച്ചു എന്നുള്ളത് GP അവെയർ ആണോ? അല്ല അല്ലെ, GPക്ക് അറിയത്തില്ല. The patient was directly taken to the hospital emergency department. അല്ലാണ്ട് GPയുടെ അടുത്ത് പോയി GP വിട്ടതല്ല. Okay, so ഇവിടെ പറഞ്ഞപ്പോൾ I would like to tell you another thing. നമ്മൾ നോൺ കേസ് എന്ന് പറയുന്നത് ടോട്ടലി 3 ടൈപ്പ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒന്ന് will be referring back to a rehabilitation center or a retirement home. ലൈക്ക് നമ്മൾ റെഫർ ബാക്ക് ചെയ്യുന്നതായിരിക്കും. അവിടെ the situation is not, അവർക്ക് അറിയാം ആ സിറ്റുവേഷൻ. പക്ഷെ when it comes to a GP, it's not mandatory. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല GP knows what is the present situation എന്നുള്ളത്. ഇപ്പൊ GPയുടെ അടുത്തേക്ക് പോയ പേഷ്യന്റിന് GP ഹോസ്പിറ്റലിലേക്ക് വിട്ടതാണെങ്കിൽ മാത്രമാണ് നമുക്ക് as you know or as you are aware എന്ന ഫ്രേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ദ ഡോക്ടർ is aware about that. ഇവിടെ at this case not ഈ GP aware അല്ല. അപ്പൊ നമുക്ക് as you know അല്ലെങ്കിൽ as you are aware എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം we just want to write was admitted on passive. സിമ്പിൾ പാസ്റ്റ് പാസീവില് ആണ് നമ്മൾ എഴുതുന്നത്. യൂഷ്വലി നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് നമ്മൾ ഈ പറയുന്ന സിമ്പിൾ പാസ്റ്റ് പാസീവിലാണ്. കാരണം ഇറ്റ്സ് ഓൾറെഡി ബീൻ ഡൺ, നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ ആ ടെൻസിൽ തന്നെയാണ് പറയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സംടൈംസ് വി ജസ്റ്റ് വാണ്ട് ടു സീ ദ ഡിസ്ചാർജ് പ്ലാൻ ഓൾസോ. ഡിസ്ചാർജ് പ്ലാനിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കത് സിമ്പിൾ പാസ്റ്റ് പാസീവിലല്ല, നമുക്കത് പ്രസന്റ് പെർഫെക്റ്റിൽ പറയേണ്ടി വരും. സോ ദാറ്റ് ഞാൻ 10% നിങ്ങൾ അത് സിമ്പിൾ പാസ്റ്റ് പാസീവിൽ എഴുതും ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് നിങ്ങൾക്ക് കറക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ പറഞ്ഞു പറയരുത്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡിസ്ചാർജ് പ്ലാൻ ഓൾസോ. ഡിസ്ചാർജ് പ്ലാൻ കൂടി നോക്കിയിട്ട് വേണം. യൂഷ്വലി അങ്ങനെ ഒരു ഡിസ്ചാർജ് പ്ലാനിൽ കണ്ടിന്യൂവേഷൻ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് റൈറ്റിംഗ് ദിസ് ഇൻ ദിസ് പർട്ടിക്കുലർ ടെൻസ്. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നഴ്സിംഗ് മാനേജ്മെന്റും മെഡിക്കൽ പ്രോഗ്രസ്സും ഒക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ വി ജസ്റ്റ് വാണ്ട് ടു ഇൻക്ലൂഡ് ഓൾ ദിസ് തിങ്സ്. ഓക്കെ, ആ കാര്യങ്ങൾ മെഡിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം ഒരു പാരഗ്രാഫിൽ തന്നെ കംപ്ലീറ്റഡ് ആവണം എന്ന് നിർബന്ധമില്ല. സോ യു ക്യാൻ ജസ്റ്റ് ഡിവൈഡ് ഇറ്റ് ഇൻടു 2 paragraphs whatever എന്ന് പറഞ്ഞിട്ട് it doesn't mean that you need to include all the information what is given on the nursing management and progress. You just want to select അതിൽ നിന്ന് നിങ്ങൾ ടേക്ക് ചെയ്യേണ്ട കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രം എടുത്ത് you just want to include that on the first body paragraph. Was admitted on in a date following fire at home paraya കാരണം partial thickness bonds ne kuറിച്ച് നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. So you don't want to repeat it again. You just want to say that what happens, how it happens എന്ന് പറഞ്ഞാൽ മതി. And what on assessment
അടുത്തത് പറയാം. നമ്മൾ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻസ് എന്ന് നോക്കാം. ഓൺ അസസ്മെന്റിൽ ഓൾദോ റെസ്പിറേറ്ററി ഡിസ്ട്രസും ആൻഡ് സൂട്ട്സ് ഇൻ ദ ഓറൽ ക്യാവിറ്റി വെർ എവിഡന്റ് ഇൻറ്റുബേഷൻ വാസ് അൺനെസസറി. അല്ലെ, ഇൻറ്റുബേഷൻ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. സോ യു ജസ്റ്റ് വോണ്ട് ടു കൺസൈസ് ദിസ് ഇൻഫർമേഷൻ, യു ഷുഡ് നോട്ട് എലാബറേറ്റ് ഇറ്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസൈസിങ്. കൺസൈസ്നെസ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്രൈറ്റീരിയ ആണ് അല്ലേ. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കേസ് നോട്ടിന് വലിച്ചു നീട്ടാനല്ല പറയുന്നത്. യു ജസ്റ്റ് വോണ്ട് ടു കൺസൈസ് ഇറ്റ്, summarize ചെയ്യുകയാണ് ചെയ്യേണ്ടത്. whatever informations can be connected together, you can just connect it with good and appropriate connectives. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇറിഗേഷൻ വിത്ത് കൂൾ വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ കുറച്ച് സെന്റൻസ് ഐ ഹാവ് ഓൾറെഡി ബീൻ ഇൻഫോംഡ്, എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ, ഈ ഒരു പെൻഡിങ് റിപ്പോർട്ട്, പെൻഡിങ് കൺസൾട്ടൻസ് റിപ്പോർട്ട് ഉണ്ട്, അത് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാവുന്ന കാര്യമാണ്. ആ ഇൻഫർമേഷൻസ് മെൻഷൻ ചെയ്യാം. പിന്നെ എന്താ, ഡിസ്ചാർജ് പ്ലാനിലേക്ക് വന്നു കഴിയുമ്പോൾ വാട്ട് ഓൾ തിങ്സ് മെഡിസിൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ആൻഡ് ദാറ്റ് ടു ഇൻ ദ പാസീവ് വോയിസ്, ബിക്കോസ് ദർ ഈ നഴ്സിംഗ് മാനേജ്മെന്റ് മെഡിക്കൽ പ്രോഗ്രസ് നമ്മൾ എഴുതുമ്പോൾ ദ തിങ് ഇസ് ലൈക്ക് അവിടെ പേഷ്യന്റിനെക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത് വാട്ട് ഹി റിസീവ് ഫ്രം ദ ഹോസ്പിറ്റൽ, വാട്ട് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സ് വാസ് റിസീവ്ഡ് എന്നുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളത് പാസീവ് വോയിസിൽ എഴുതുന്നത് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇന്ന കാര്യങ്ങൾ ഡിസ്ചാർജ് പ്ലാൻ ഒരിക്കൽ കൂടി പറയാണ്, യു ഡോണ്ട് വാണ്ട് ടു ഇൻക്ലൂഡ് ദോസ് ഇൻഫർമേഷൻസ് വിച്ച് ഇസ് ഓൾറെഡി ബീൻ പ്രൊവൈഡഡ്. ഓക്കെ, ഓൾറെഡി ബീൻ പ്രൊവൈഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, wound cleansing, topical dressing, daily auscultation, പിന്നെ എന്താ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. So letter മനസ്സിലായോ? If you want, you can just write this letter. Okay, I'll just provide you with correction. എല്ലാവരുടെ correction തരാൻ പറ്റത്തില്ല, but still I can promise you that I can just provide you with some corrections. If you can just send that on my Telegram page. In the Telegram page, ഈ ഒരു letter എഴുതിയിടുവാണെന്നുണ്ടെങ്കിൽ ഒരു first 5 students I can give you correction. So that's it. Case note മൊത്തത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വി ഹാവ് ബോത്ത് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. കോലഞ്ചേരിയിലാണ് ഞങ്ങൾ ക്ലാസ് നടത്തുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഓക്കെ, താങ്ക് യു, ബൈ.